നമസ്കാരം. ആലപ്പുഴയുടെ എത്രയും പെരിയ ബഹുമാനപ്പെട്ട ലോക്സഭാംഗമായ കെ.സി. വേണുഗോപാൽ സാറേ, താങ്കൾക്ക് സ്വന്തം പാർട്ടി ഡൽഹിയിൽ ഒരുപാട് ജോലി ഏൽപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ CPIM നേതാക്കൾക്കോ BJPക്കാർക്കോ ഒരു മുട്ടേപ്പനി വന്നാലുടൻ പ്രതികരണവുമായി കേരളത്തിൽ എത്താറുണ്ടല്ലോ. അതിനിടയിൽ വിമാനത്തിൽ നിന്നിറങ്ങി താങ്കൾ തുറവൂർ മുതൽ അരൂർ വരെ ഒന്ന് സഞ്ചരിക്കണം. കേരളത്തിൻ്റെ മുഴുവൻ പേടി സ്വപ്നമായ തുറവൂർ അരൂർ ഉയരപ്പാതയുടെ അപകടക്കുഴികളിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. നിത്യേന വിമാനത്തിൽ ഈ ഉയരപ്പാതയുടെ മുകളിലൂടെ ഞങ്ങളുടെ MP യാത്ര ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾ ആനന്ദ തുന്തിലരാണ്. നാട്ടുകാരുടെ നികുതിപ്പണം കൊണ്ട് വിമാനത്തിൽ കയറിയിരുന്ന് താങ്കളും സ്വയം അഭിമാനിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അത് അഭിമാനമായിട്ടല്ല, വല്ലാത്ത അഹങ്കാരമായിട്ടാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഞങ്ങൾക്ക് തോന്നുന്നത്. താങ്കളുടെ മണ്ഡലത്തിലാണ് തുറവൂർ മുതൽ അരൂർ വരെയുള്ള പ്രദേശം എന്ന കാര്യം മറന്നിട്ടില്ലല്ലോ അല്ലേ? താങ്കളുടെ ചാനൽ പെർഫോമൻസ് കൊണ്ടൊന്നും നാട്ടുകാരുടെ ദുരിതവും ഇവിടെ തുടർക്കഥയാകുന്ന അപകടങ്ങളുമൊന്നും തീരില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മരണക്കുഴികളിൽ വീഴുമ്പോൾ കേന്ദ്രമാണോ കോന്തന്മാരാണോ ഇതൊക്കെ നോക്കേണ്ടത് എന്ന വിഴുപ്പ് വീണ്ടും വീണ്ടും എടുത്തലക്കിയിട്ട് എന്താണ് കാര്യം? എത്ര അപകട മരണങ്ങളാണ് ഈ വഴിയിൽ ഉണ്ടായതെന്ന് അറിയാമോ? വേണു സാറേ, മരണങ്ങളെ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കരുത്. പാർലമെന്റിൽ പോയിരുന്ന് ഈ മനുഷ്യർക്ക് നഷ്ടപരിഹാരമെങ്കിലും വാങ്ങി നൽകാൻ താങ്കൾ ഒന്ന് മെനക്കെടണം. മനുഷ്യന് നടന്നു പോകാൻ പോലും നിവൃത്തിയില്ലാത്ത തരത്തിൽ എന്തുതരം വികസനമാണ് ഇവിടെ നടപ്പാക്കുന്നത്? വാഹനങ്ങളിലിരുന്ന് രോഗികളും പ്രായമായവരും അനുഭവിക്കുന്ന വേദനകൾ താങ്കൾക്ക് അറിയുമോ? ജീവൻ കയ്യിൽ വെച്ച് സഞ്ചരിക്കുന്ന ആംബുലൻസുകൾ കടന്നു പോകുന്നത് എങ്ങനെയാണ് എന്ന് MP സാറേ അങ്ങ് ആലോചിച്ചെങ്കിലും നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഈ റോഡിൽ വന്ന് വട്ടം കിടക്കണം സാർ. മേൽപ്പാലത്തിൻ്റെ ഇരുവശത്തുമുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാതെ എഴുന്നേറ്റ് മാറരുത്. ആ ഖദർ വസ്ത്രത്തിൽ ഇത്തിരി അഴുക്ക് പറ്റട്ടെ സാർ. വേണു സാറേ, ഇതൊന്നും ചെയ്യാതെ ചാനൽ ക്യാമറകളും സ്തുതിപാഠകരായ പോത്തുകളുമായി ഇങ്ങനെ നടന്നിട്ട് എന്താണ് കാര്യം? നിങ്ങളുടെ അനാസ്ഥ കൊണ്ട് വഴിയിൽ വീണ് മരിക്കുന്നവരുടെ വീടുകളിലേക്ക് മുതലക്കണ്ണീരുമായി വരുന്നവരെ അല്ല, അവർക്കായി ചുമതലക്കണ്ണീർ വീഴ്ത്തുന്നവരെയാണ് ജനങ്ങൾക്ക് ആവശ്യം. അത്തരത്തിൽ കൂടെ ഉണ്ടാകും എന്ന് കരുതിയാണ് നിങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തത്.